ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖപത്മത്തിൽ നിന്ന് വന്ന അമൃതവാണിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് നേരിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശമാണ്. മഹാഭാരതം എന്ന മഹത്തായ ഇതിഹാസത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. 18 പർവ്വങ്ങളുള്ള മഹാഭാരതത്തിലെ 18 അധ്യായങ്ങൾ ഭഗവത്ഗീതയാകുന്നു. ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ അർജുനൻ ഈ കലിയുഗത്തില് ഈ സംസാര സാഗരത്തിൽ നീന്തിത്തളരുമ്പോൾ ഭഗവാന്റെ ഓരോ വാക്കുകളും അമൃതാണ്. ഇപ്പോഴും ഭഗവത്ഗീത വായിക്കാത്തവരും പഠിക്കാത്തവരും വായിച്ചാൽ മനസ്സിലാകാത്തവരും അത് സംസ്കൃതമാണ്, അതുകൊണ്ട് എനിക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാകുകയില്ല എന്ന് പറയുന്നവരുമുണ്ട്. അവർക്കായിട്ട് ഓരോ അധ്യായത്തിന്റെയും സംഗ്രഹം ഞാൻ മലയാളത്തിൽ പറയുകയാണ്. എല്ലാവരും കേൾക്കണം. ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യണം. ആദ്യത്തെ അധ്യായം അർജുന വിഷാദയോഗമാണ്. അർജുന വിഷാദയോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, അർജുനന്റെ വിഷാദഭാവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധാരംഭം മുതൽക്ക് തന്നെ സന്നിഹിതനായിരുന്ന സഞ്ജയൻ 10ാം നാളിലെ യുദ്ധത്തിൽ ഭീഷ്മപിതാമഹൻ ശരശയ്യയിലാണെന്ന വാർത്തയുമായി ഹസ്തിനപുരത്തിൽ മടങ്ങിയെത്തി. ഹസ്തിനപുരത്ത് ഇരുന്നു കൊണ്ട് തന്നെ യുദ്ധരംഗം നിരീക്ഷിക്കുവാനുള്ള ദിവ്യദൃഷ്ടി വേദവ്യാസൻ സഞ്ജയന് നൽകിയിരുന്നു. എങ്കിലും വിശ്വസ്തനായ മന്ത്രി എന്ന നിലയ്ക്ക് യുദ്ധരംഗത്ത് സജീവ സാന്നിധ്യം വേണമെന്ന് ഉള്ളതുകൊണ്ടാവാം സഞ്ജയൻ കുരുക്ഷേത്രത്തിൽ തങ്ങിയത്. ഭീഷ്മരുടെ പതനം വരേക്കുമുള്ള യുദ്ധവാർത്തകൾ ധൃതരാഷ്ട്രരെ സഞ്ജയൻ അപ്പോഴപ്പോൾ അറിയിച്ചു. ആ വിവരണം കൊണ്ട് തൃപ്തനാകാത്ത രാജാവ് അവിടെ നടക്കുന്ന എല്ലാം തന്നെ വിവരിച്ച് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ സഞ്ജയനോട് പറഞ്ഞതാവശ്യപ്പെട്ട് ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധക്കൊതിയന്മാരായി വന്നണഞ്ഞ എന്റെ ആൾക്കാരും പാണ്ഡുപുത്രന്മാരും പിന്നീട് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടിയായി സഞ്ജയൻ പറയുന്നതാണ് അർജുന വിഷാദയോഗം എന്ന അധ്യായത്തിലെ ശ്ലോകങ്ങൾ. സഞ്ജയൻ പറയുകയാണ്, വ്യൂഹരചന നടത്തി നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യരെ സമീപിച്ചു ഇങ്ങനെ പറഞ്ഞു: ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ദ്രുപദപുത്രനുമായ ദൃഷ്ടദ്യുമ്നൻ വ്യൂഹം ചമച്ചു നിർത്തിയിട്ടുള്ള പാണ്ഡവപ്പടയെ കണ്ടാലും. തുടർന്ന് പാണ്ഡവസേനയിലെ മഹാരഥന്മാരെയും സ്വപക്ഷത്തുള്ള ധീരന്മാരെയും പേരെടുത്തു പറഞ്ഞ് ദ്രോണർക്ക് ദുര്യോധനൻ പരിചയപ്പെടുത്തി. പെട്ടെന്ന് ദുര്യോധനന് ആനന്ദമുളവാക്കിക്കൊണ്ട് പിതാമഹൻ സിംഹഗർജനത്തോടെ ശംഖനാദം മുഴക്കി. തുടർന്ന് പാണ്ഡവപക്ഷത്തുള്ള പലരും പ്രശസ്തമായ ശംഖുകളെടുത്തൂതി. ഉടനെ തന്നെ യുദ്ധവാദ്യങ്ങൾ ദിഗന്ധങ്ങളിൽ മുഴങ്ങി. വെള്ളക്കുതിരകളെ പൂട്ടിയ ദിവ്യമായ രഥത്തിൽ പാർത്ഥസാരഥിയെ മുന്നിലാക്കിക്കൊണ്ട് അർജുനനും രംഗത്തെത്തി. പോർക്കളത്തിൽ ആരൊക്കെയാണ് നിൽക്കുന്നതെന്നും ആരോടൊക്കെയാണ് താൻ പൊരുതേണ്ടതെന്നും നോക്കിക്കാണാനുതകും വണ്ണം ഇരുപടയുടെയും നടുവിലായി തന്റെ തേര് നിർത്തണമെന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിച്ചു. ഭഗവാൻ അതനുസരിച്ച് രഥം സേനാമധ്യത്തിൽ നിർത്തി. പോർക്കളത്തിൽ നിൽക്കുന്നവരെ ആകെ പാർത്ഥനൊന്ന് നിരീക്ഷിച്ചു. ആചാര്യന്മാർ, പൃഥുസ്ഥാനീയർ, പിതാമഹന്മാർ, പുത്രന്മാർ, പൗത്രന്മാർ, മാതുലന്മാർ, ശ്വശുരന്മാർ തുടങ്ങി എന്റെ എല്ലാ സ്വജനങ്ങളും ഏറെ പേരും നിൽക്കുന്നു. ഈ പോരാട്ടത്തിനിടയ്ക്ക് ഈ നിൽക്കുന്നവരെല്ലാം തന്നെ മരണമടയും. അർജുനന്റെ മനസ്സിൽ കാരുണ്യം അലതല്ലി. ഈ സ്വജനങ്ങളെയെല്ലാം വധിച്ചിട്ട് രാജ്യവും സുഖങ്ങളുമെല്ലാം നേടിയിട്ട് എനിക്ക് എന്ത് കാര്യം എന്ന് ചിന്തിച്ച് പാർത്ഥൻ പരിഭ്രാന്തനായി. തന്റെ ശരീരം തളരുന്നതായി അർജുനന് തോന്നി. പാർത്ഥൻ ഭഗവാനോട് പറഞ്ഞു: ഭഗവാൻ, എന്റെ ശരീരമാകെ ചുട്ടുനീറുന്നു, വായ് വരളുന്നു, ഗാണ്ഡീപം എന്റെ കയ്യിൽ ഉറയ്ക്കുന്നില്ല, ശരീരമാകെ വിറകൊള്ളുകയും കോൾമയിർക്കൊള്ളുകയും ചെയ്യുന്നു. ഈ ബന്ധുക്കളെ വധിക്കാൻ എനിക്കാവുകയില്ല. 3 ലോകങ്ങളുടെയും ആധിപത്യം ലഭിക്കുമെങ്കിലും ഇവരെ വധിക്കാൻ ഞാനില്ല. ഇവർ അക്രമികളാണ്. ബന്ധുജനങ്ങളായ ഇവരെ വധിച്ചാൽ നമുക്ക് പാപമേ ഉണ്ടാകൂ. രാജ്യകൊതിയന്മാരായ ഇവർ വംശനാശത്തെക്കുറിച്ചുള്ള ഈ ദുരന്തം മുൻകൂട്ടി കാണുന്നില്ല.
നാം അത് കാണണമല്ലോ ഭഗവാൻ. വംശനാശമുണ്ടാകുമ്പോൾ അനാദിയായി നിലനിന്നു പോരുന്ന വംശധർമ്മങ്ങൾ ഇല്ലാതാകും. ധർമ്മച്യുതിയിൽ അധർമ്മം വ്യാപിക്കും. അതിന്റെ ഫലമായി സ്ത്രീകൾ ദുഷിക്കുകയും ആ വിധത്തിൽ അവർ സങ്കര സന്തതികളെ പ്രസവിക്കുകയും ചെയ്യും. വംശനാശം വരുത്തുന്നവർക്കും വംശത്തിന് പൊതുവേയും അത് ഹാനിയുണ്ടാക്കും. പരേതാത്മാക്കൾക്കു കൂടിയും ബലിതർപ്പണാദികളില്ലാതെ നരകത്തിൽ പതിക്കും. നരകത്തിന്റെ ഫലമായി കുലധർമ്മങ്ങളും ജാതിധർമ്മങ്ങളും പാടേ നശിക്കും. രാജ്യഭോഗങ്ങൾക്ക് വേണ്ടി സ്വജനങ്ങളെ വധിക്കാനൊരുങ്ങിയ നാം വലിയ പാപം ചെയ്യാനല്ലേ സന്നദ്ധരായത്. ഏതായാലും ഈ പോരിന് ഞാനില്ല. ആയുധമെടുക്കാതെയും പകവീട്ടാതെയും ഒതുങ്ങിയിരിക്കുന്ന എന്നെ ആയുധധാരികളായ ഇവർ വധിക്കുന്നെങ്കിൽ അതു ശ്രേയസ്കരമായിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്പും വില്ലും വലിച്ചെറിഞ്ഞിട്ട് ദുഃഖിതചിത്തനായി അർജുനനിരുന്നു. ഈ അധ്യായത്തിന് അർജുന വിഷാദ യോഗമെന്ന് പേരു നൽകി. ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിച്ചപ്പോൾ ഇങ്ങനെ പേരൊന്നും നൽകിയിരുന്നില്ല. നമ്മുടെ ആചാര്യന്മാര് ഭാഷ്യം രചിച്ചപ്പോഴാണ് ഇങ്ങനെ 18 അധ്യായങ്ങളിലായിട്ട് തിരിച്ച് ഇതിന് പേരും നൽകിയിരിക്കുന്നത്. ഭഗവാൻ നമ്മുടെ ജീവിത വിജയത്തിനായി, ഇന്ന് ഈ കലിയുഗത്തിലെ മനുഷ്യരുടെ ജീവിത വിജയത്തിനായി, ധൈര്യത്തിനായി, ഓരോ അടിയും മുന്നോട്ട് വെക്കുമ്പോൾ പതറാതിരിക്കാനായിട്ട് ഈ ഗീത അർജുനനെ മുൻനിർത്തി നമുക്ക് ഓരോരുത്തർക്കുമായി പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഗീതയുടെ ഓരോ ശ്ലോകങ്ങളും മനസ്സിലാക്കുക, ഈ കഥ മനസ്സിലാക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും വിജയമുണ്ടാകും, ധൈര്യമുണ്ടാകും. ഹരേ കൃഷ്ണ.